ഓൺലൈൻ ക്ലാസ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ 1-2 ഇടത്ത് പഠിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ പല പല ഒബ്ജക്ഷൻസ് അവർ പറയും. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെയല്ല, നമ്മുടെ കോച്ചിങ് രീതി അങ്ങനെയല്ല, ഇവിടെ പഠിച്ചവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഫീഡ്ബാക്ക്സ് നോക്കാം. ആ രീതിയിൽ നമ്മൾ ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യും. സമയം കുറവാണെന്ന് പറയും. സമയം കുറവാണെന്നുള്ള അവർക്ക് ഫ്ലെക്സിബിൾ ടൈമാണ്, നേഴ്സുമാരാണ്, ഷിഫ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഷിഫ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അവരുടെ ഒബ്ജക്ഷൻ ഒരു പരിഹാരം കൊടുക്കാം. അതിനുശേഷം അവർ നല്ലവണ്ണം അവർക്ക് മനസ്സിലായി ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം ഓഫർ പറയുക. ഇതിൻ്റെ വാല്യൂ ഇത്രയാണ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, ഇത്രയാണ് നമ്മുടെ ഓഫർ. ഈ ഓഫറിന് ഒരു ടൈം ലിമിറ്റ് കൊടുക്കുക. ടൈം ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ശരിക്കും അവർക്കത് ചെയ്യാൻ അവർക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ ടൈം ലിമിറ്റ് കൊടുക്കുക. ഈ ഓഫർ ഈ ഒരു ഇത്ര നാൾ വരാനുള്ളത്. ഓക്കെ, നിങ്ങൾക്കൊരു കസ്റ്റം ഓഫർ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്നോ ഈ മാസം കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ബാച്ചിൽ മാത്രമേ, എങ്ങനെയാണ് നിങ്ങൾ ഓഫർ ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ആ ഓഫർ പ്രസൻറ്റ് ചെയ്യുക.